ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന മനുവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനുവിന് ഇത്തിരി പിണക്കമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവരെല്ലാവരും കൂടെ കുടുംബത്തോടു കൂടി തന്നെ എറണാകുളത്ത് വന്നിട്ട് ഒരു വാക്ക് നമ്മുടെ മനുവിനോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. അത് അലീനയോട് പരിഭവം കാണിക്കുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ അലീന പറയണം, മനുവേട്ടാ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്, അച്ഛനും ഇല്ലല്ലോ 2 ദിവസമായിട്ട്, അതുകൊണ്ടാണ്. ശരി ശരി, എന്തോ ആയിക്കോ, എന്നാലും എന്നോടൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ശരി എന്നാൽ പിന്നെ ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ പെട്ടെന്ന് മനു. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. മനുവിന് നല്ല സങ്കടമായിട്ടാണ് ഫോൺ വെച്ചതെന്ന് മനസ്സിലായി. തിരിച്ചൊന്ന് വിളിച്ചേക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ വീണ്ടും മനുവിൻ്റെ കോൾ വരും കേട്ടോ. മനുവേട്ടാ കട്ട് ചെയ്തതാണോ? അന്നേരം ദേഷ്യം വന്ന് കട്ട് ചെയ്തതാ. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും വിളിച്ചു. ഞാൻ കട്ട് ചെയ്തപ്പോൾ നീ ഒന്ന് തിരിച്ച് വിളിച്ചില്ലല്ലോ. അതിനൊരു ഗ്യാപ്പ് തരണ്ടേ മനുവേട്ടൻ? ഞാൻ വിളിക്കാനായിട്ട് ഫോൺ എടുക്കാമായിരുന്നു. ശരി, അങ്കിൾ എവിടെ പോയതാ? അറിയില്ല, ആരെയോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിയും വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണോ? ഞങ്ങളിവിടെ എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും എന്നോട് പറയാതെ പോയതിന് എനിക്ക് നല്ല വിഷമമുണ്ട് അലീന. അത് മാത്രമല്ല, എന്നോട് പറഞ്ഞെങ്കിൽ ഞാനിവിടെ വരൂലായിരുന്നോ? അതിനിപ്പോൾ എന്താ, ഞാൻ വല്ലപ്പോഴും അല്ലേ മനുവേട്ട ഇങ്ങോട്ട് വരുന്നത്. മനുവേട്ടൻ എപ്പോഴും എറണാകുളത്തേക്ക് വരുന്നല്ലേ, നമുക്കിവിടെ വെച്ചാണെങ്കിലും കാണാമല്ലോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തേ? അവരൊക്കെ ഉറങ്ങാൻ കിടന്നു. ഇനിയിപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവും. അപ്പോൾ രേവതിക്കുട്ടി അവിടെ വന്ന് ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അത് അലീന കാണുകയാണ്. അപ്പം അലീന പറയാണ് മനുവിനോട്, ദേ ഇവിടെ ഒരുത്തി കുശുമ്പിപ്പാറുണ്ടല്ലോ നമ്മുടെ രേവതി, അവൾ ഇവിടെ വന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അന്വേഷണം അവളോട് പ്രത്യേകം പറഞ്ഞേക്ക്. എടി നിൻ്റെ അന്വേഷണം എന്നോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മനുവേട്ടൻ. എന്നാൽ ഞാനും അന്വേഷണം അങ്ങ് പറഞ്ഞേരേ എന്ന് അവിടെ നിന്ന് വിളിച്ച് പറയാണ്. മനുവേട്ടാ അവളുടെ അന്വേഷണം കൂടെ പറഞ്ഞേക്കാൻ പറയണം. ശരി, ഞാൻ വരവ് വെച്ചിട്ടുണ്ടേ. എന്നാൽ പിന്നെ ഫോൺ വെക്കട്ടെ. അങ്ങനെ അവർ ഫോൺ വെക്കുക കേട്ടോ. അപ്പോൾ രേവതി അടുത്തേക്ക് വന്നിട്ട്, എന്തായിരുന്നു സംസാരം? ഒന്നുമില്ലെന്നേ, വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ മനുവേട്ടനോട് പറയാതെ ആണല്ലോ ഞാൻ വന്നത്. പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, അതിൻ്റെ ഒരു പരിഭവം ഉണ്ട്. ശരി വന്നേ, നമുക്കിനി കിടക്കാം. നാളെ ഇനി എവിടേക്ക് പോകണം, കറങ്ങാൻ പോകണമെന്നതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കണ്ടേ, ലിസ്റ്റ് തയ്യാറാക്കണ്ടേ? നമുക്ക് പോവാം, പോയി കിടക്കാം. അങ്ങനെ അവർ പോയി കിടക്കാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ മനു എണീറ്റ് ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വരുവാണ്. നോക്കുമ്പോൾ രഞ്ജിതയാണ് കേട്ടോ. ഹോസ്റ്റലിൽ നിന്ന് കെട്ടും പട്ടും ഒക്കെ ഉണ്ട് കയ്യിൽ. എന്താടി നീ ഇതിലേക്ക് ഓട്ടോയിലാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് എന്നെ അവിടെ വന്നൊന്ന് പിക്ക് ചെയ്തുകൂടായിരുന്നോ? ഈ ഓട്ടോ ചാർജ് കൊടുക്കേണ്ട കാര്യമുണ്ടോ മനുവേട്ടാ? അതിനിപ്പോൾ എന്താടി, അവർക്കും ജീവിക്കണ്ടേ? ജീവിക്കണം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഓട്ടോ കാശ് അങ്ങോട്ട് കൊടുത്തേരാ കേട്ടോ എന്നും പറഞ്ഞിട്ട് മനുവിനെ ഏൽപ്പിച്ചിട്ട് രഞ്ജിത അകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ തന്നെ നമ്മുടെ കമല അവിടെ ഓടി വന്നിട്ട് ചോദിക്കുന്നു, എടി നീ എന്താ പെട്ടെന്നോ? അല്ല, അത് ഹോസ്റ്റലിൽ നിന്ന് ഇന്നലെ നീ വരേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പോഴാണ് പറയണത്, നീ ഓട്ടോയിൽ വന്ന് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയണത്, ഇന്നലെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാ അമ്മേ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ പാർട്ടിയും ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിന് റിസോർട്ടിലൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി എന്ന് പറയാം കേട്ടോ. അത് ശരി, അപ്പോൾ അവിടെ ചെന്ന് ആട്ടും കൂത്തും ഒക്കെ ആയിരുന്നല്ലേ? നാണം കെട്ടവൾ. അവിടെ പോയി എന്തൊക്കെയാണ് കഴിച്ചത്? ഞാനവിടെ പോയി എല്ലാം കഴിച്ചു, ബിയറും ബ്രാൻഡിയും ഒക്കെ കഴിച്ചു. അത് ശരി, അപ്പോൾ നീ അതും തുടങ്ങിയല്ലേടി അസത്തെ എന്നും പറഞ്ഞ് വഴക്ക് കൊടുക്കാട്ടോ. ഈ അമ്മയുടെ ഒരു കുറ്റം പറിച്ചില്ലേ. പിന്നെ കാണുന്ന തെണ്ടികളെ പോലെ അങ്ങ് നടന്നോളും. പിന്നെ ഈ വന്നവരും അവിടെ വന്നവരും ഒക്കെ തെണ്ടികളാണല്ലോ അല്ലേ? എടി ഹോസ്റ്റലിൽ രാത്രി കയറാതെ നീ എന്ത് ചെയ്തു? രാത്രി ചെന്ന ഹോസ്റ്റലിൽ കയറ്റും അമ്മേ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. രാവിലെയാണ് പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നത്. അപ്പോൾ ആൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ 10-25 ആൺപിള്ളേരും 10-25 പെൺപിള്ളേരും ഉണ്ടായിരുന്നു. എന്താ കുഴപ്പം? അയ്യോ, നീയൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണോടി ഇങ്ങനെ ജീവിക്കണേന്ന് പറഞ്ഞു വഴക്ക് പറയാട്ടോ. അപ്പോഴാണ് ശിവൻ അങ്ങോട്ട് വരുന്നത്. എന്താടി ഇവിടെ പ്രശ്നം? അച്ഛാ, രാവിലെ ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ അമ്മയ്ക്ക് തുടങ്ങിക്കോളും. അതാ എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ മടി. എന്താടി കാര്യം? നീ എന്താ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ? എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിശദമായിട്ട് അങ്ങോട്ട് ചോദിച്ചു, അല്ലാതെ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ് രഞ്ജിത അവിടെ നിന്ന് കയറി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിൽ അന്തം വിട്ട് നമ്മുടെ കമലയെ നോക്കുകയാണ്. കമല അതിലും വലിയ ദേഷ്യത്തോടു കൂടി ചാടി തുമിച്ച് ഒരു പോക്ക് അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുകയാണ്. ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ കൊട്ടാരമറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗോവർദ്ധനും ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെ കാണാനാണ് ബാലേട്ട ഇങ്ങോട്ട് വന്നത്? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിപ്പോൾ അവിടെ പോയ എന്തിനാണ്? നീലഗിരിയിൽ ഊട്ടിയിൽ ഒരു കേണലിനെ കാണാൻ. ഇത് അതിലും വലിയ കേണലാണ്.
നമുക്ക് ഇവിടെ ഒന്ന് കയറണം, അയാളെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിലേ ബാലേട്ടന് മൊത്തം ഈ പട്ടാളക്കാരുമായിട്ടാണോ കൂട്ട്? ആ എന്ത് ചെയ്യാനടാ, അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ഒരു കാര്യം ചെയ്യും ഗോവർദ്ധന, നീ ഇവിടെ നിൽക്കുക, ഞാൻ അകത്തേക്ക് ചെന്നൊന്ന് കണ്ട് വിശദീകരിച്ച് സംസാരിച്ചിട്ട് വരാം. ശരി, എന്നാൽ എങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ അകത്ത് നമ്മുടെ ഔതക്കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ അച്ഛൻ ആൻസി വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി ആൻസി, ഏതോ കാറ് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് പോയി നോക്കിക്കുകയെന്ന്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ചെന്ന് നോക്കും ബാലചന്ദ്രനാണ്. ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ വീടല്ലേ എന്ന് ചോദിക്കുക ഔതക്കുട്ടി. അപ്പോഴാണ് പറയണത്, ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, റോയിച്ചൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ പറഞ്ഞ ആൾ. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്, അകത്തേക്കുണ്ട്, കയറി വന്നോളൂ. അങ്ങനെ അവിടെ വന്നിരുന്ന് പരിചയപ്പെടുക കേട്ടോ പരസ്പരം. എനിക്ക് സ്റ്റാൻലിയാണ് കാണേണ്ടതെന്ന് പറയാം. സ്റ്റാൻലി ഇവിടെ അല്ലല്ലോ. അപ്പോൾ അത് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, അവരിവിടെ അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ എന്താ ബിസിനസ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. എനിക്ക് അവിടെ സ്വർണ്ണക്കടയും തുണിക്കടയും ഇരുമ്പ് കടയും ഒക്കെ ഉണ്ട്. അത് ശരി, ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ പൂച്ചയെപ്പോലെ ഇവിടെ പതുങ്ങിയിരിക്കുന്നതെന്ന് ബാലചന്ദ്രനോട് അയാൾ ചോദിക്കുക കേട്ടോ. പിന്നെ എന്തായിരുന്നു അവനെ കാണേണ്ട ഉദ്ദേശം എനിക്ക് നേരിട്ട് കാണണം. എങ്ങനെ അറിയാം നിങ്ങൾ തമ്മിൽ പരിചയം? ഞങ്ങൾ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല, ഇനി വേണം പരിചയപ്പെടാൻ. അതൊരാൾ പറഞ്ഞിട്ട് കാണാൻ വന്നതാ. ഓ, എന്തെങ്കിലും വസ്തുക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണോ? നിങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞ്? പാലായിൽ എന്തോ വസ്തുവിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കാവും പറയുന്നത് കേട്ടോ. ഇത് വസ്തു കച്ചവടമൊന്നും അല്ല, വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പുള്ളിക്കാരനെ നേരിട്ടാണോ ഒന്ന് കാണേണ്ടത്. അങ്ങനെയാണെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ റോയിച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരാച്ചാ? ഇത് നമ്മുടെ സ്റ്റാൻലി ഇല്ലേ, സ്റ്റാൻലിയുടെ കൂട്ട് ആരോ ആണ്. അവനെ കാണണമെന്നാണ് പറയണത്, അവിടെ ലാലിച്ചൻ്റെ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ കുഞ്ഞ് ലാലിച്ചൻ ആരാ? സ്റ്റാൻലിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലാലിച്ചൻ, നമ്മളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യടാ റോയിച്ച, നീ അവൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു ലൊക്കേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ അത് ശരി, ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം, ഞങ്ങളങ്ങോട്ട് പൊക്കോളാം. അത് ശരിയാണ്. ഇപ്പോൾ അവനൊന്ന് വിളിച്ച് നോക്കട്ടെ. വിളിക്കുമ്പോഴത്തേക്കും നല്ല ഉറക്കമാണെന്ന് പറയാം കേട്ടോ. പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴൊന്നും അങ്ങോട്ട് ചെന്നാൽ കാണാൻ പറ്റും, വീട്ടിലുണ്ട്. ശരി, അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കണത്, ഇവനൊക്കെ ഭയങ്കര കള്ളുകൂടിയന്മാരാട്ടോ. ഒരുത്തൻ ഇന്നലെ രാത്രി നന്നായിട്ട് കഴിച്ചിട്ട് അതായി വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത്, മറ്റവനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ മോൻ വിട്ടു കൊടുക്കുമോ? അച്ഛന് മോശമൊന്നുമല്ല, അച്ഛനും ഇതുപോലെ തന്നെയാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാണ്, ഞാനേ കഴിക്കും, പക്ഷേ ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ ലാലിച്ചൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാദവരാതെ സംസാരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആൻസിയോട് കോഫി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കോഫി ഇഷ്ടമായോ കൊള്ളാമോ എന്നൊക്കെ ആൻസി ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ നന്നായിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറയണം. ചുമ്മാ അല്ല, ഇവിടെ എല്ലാവരും ചായക്ക് പകരം കോഫി കുടിക്കണമല്ലേ, ഇത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അന്നേരം പുറത്ത് ആരോ വന്ന് നിൽപ്പുണ്ടല്ലോ എന്ന് ആൻസി ചോദിക്കുകയാണ്. അതെൻ്റെ ഡ്രൈവറാണോ? അല്ല, അതെൻ്റെ അളിയനാണ്. അത് ശരി, സ്വന്തം അളിയനായിട്ടാണോ പുറത്ത് നിർത്തിയിട്ട് വന്നിരിക്കുന്നത്? അതിന് കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇറങ്ങാൻ പോവല്ലേ. മോളെ, 2 പേര് വരുമ്പോൾ ഒരാൾക്ക് മാത്രം ചായയോ കോഫിയോ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഒരു കപ്പ് കോഫി അവർക്ക് കൂടെ കൊടുക്കുന്നു. അങ്ങനെ ആൻസി പുറത്തേക്ക് ഇറങ്ങി ചെല്ലാണ്. അയാളോട് നമ്മൾ ഗോവർദ്ധനോട് വിശദീകരിച്ച് ചില കാര്യം, പേരെന്താണെന്ന് ചോദിക്കുകയാണ്, ആരാണ്, പിന്നെ കോഫി തണുത്തു പോയോ, മധുരം മതിയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കോഫി നന്നായിട്ടുണ്ട് കേട്ടോ, മധുരമൊക്കെ കുഴപ്പമില്ല, ചൂടിച്ചിട്ട് ആറിപ്പോയല്ലേ എന്ന് വീണ്ടും ആൻസി ചോദിക്കുക. അതിന് കുഴപ്പമില്ലെന്നേ, ഞങ്ങളിപ്പം പെട്ടെന്ന് കുടിച്ചിട്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ ബാലേട്ടനോ എന്ന് ചോദിക്കുക. പുള്ളിക്കാരനകത്തിരുന്ന് കോഫി കഴിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബാലചന്ദ്രൻ ഇറങ്ങാട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ നമ്മളെ ലാലിച്ചനെ കാണാൻ വേണ്ടി പോവാണ്. ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം ബാലചന്ദ്രനോട് ഗോവർദ്ധനും ചോദിക്കുകയാണ്, ആരായി പെങ്കൊച്ച്? അത് ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. നല്ല കൊച്ച്, എത്ര നല്ല മര്യാദയായിട്ടാണ് പെരുമാറുന്നത്. എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ നീ വിചാരിക്കും പോലെ ആണെന്നാണോ? നല്ല കുട്ടികളും ഉണ്ടോ, നല്ല സൂപ്പർ കുട്ടികളും ഉണ്ട്, അവൾ നല്ല പെരുമാറ്റം എന്നൊക്കെ ആൻസിയെ പൊക്കി പറയാട്ടോ. അങ്ങനെ ഇവർ 2 പേരും കൂടെ നേരെ ലാലിച്ചനെ കാണാനായിട്ട് പോവുകയാണ്. ഗോവർദ്ധനെ ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ഇനി നമ്മുടെ യാത്രയെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ആ ലൊക്കേഷനും സ്ഥലമൊക്കെ ഗോവർദ്ധന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ നേരെ അങ്ങോട്ട് യാത്ര തിരിക്കുക. എന്നിട്ട് ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്